31:5-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ മുള്ളുകളെ പുഷ്പമാക്കുവാൻ വന്നിരിക്കുന്നു. ഏറ്റവും വലിയ മുള്ളാണ് ദേഹാഭിമാനം. ഇതിലൂടെ തന്നെയാണ് എല്ലാ വികാരങ്ങളും വരുന്നത്. അതിനാൽ ദേഹി അഭിമാനിയാകൂ. ചോദ്യം: ഭക്തർ ബാബയുടെ ഏത് കർത്തവ്യം മനസ്സിലാക്കാത്തതു കാരണം സർവവ്യാപി എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ബാബ ബഹുരൂപിയാണ്. എവിടെ ആവശ്യകത ഉണ്ടാകുന്നു, സെക്കൻഡിൽ ഏതൊരു കുട്ടിയിലും പ്രവേശിച്ച് മുന്നിലുള്ള ആത്മാവിൻ്റെ മംഗളം ചെയ്യുന്നു. ഭക്തർക്ക് സാക്ഷാത്കാരം നൽകുന്നു. ആ ഒന്ന് സർവവ്യാപിയല്ല, എന്നാൽ വളരെ വേഗതയുള്ള റോക്കറ്റാണ്. ബാബയ്ക്ക് വരുന്നതിനും പോകുന്നതിനും സമയമെടുക്കുന്നില്ല. ഈ കാര്യം മനസ്സിലാക്കാത്തതു കാരണം ഭക്തർ സർവവ്യാപി എന്ന് പറയുന്നു. ഓം ശാന്തി. ഇത് ചെറിയൊരു പൂന്തോട്ടമാണ്, ഹ്യൂമൻ പൂന്തോട്ടം. പൂന്തോട്ടത്തിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അതിൽ പലതരത്തിലുള്ള പഴയ വൃക്ഷങ്ങളും ഉണ്ടായിരിക്കും. ചിലയിടങ്ങളിൽ മൊട്ടുകളുമുണ്ട്, ചിലയിടങ്ങളിൽ പകുതി വിടർന്ന മൊട്ടുകളുണ്ട്. ഇതും പൂന്തോട്ടമാണല്ലോ. ഇപ്പോൾ ഇത് കുട്ടികൾ അറിയുന്നുണ്ട്. ഇവിടെ വരുന്നത് മുള്ളിൽ നിന്നും പുഷ്പമാകുവാനാണ്. ശ്രീമത്തിലൂടെ നമ്മൾ മുള്ളിൽ നിന്നും പുഷ്പമായി കൊണ്ടിരിക്കുന്നു. മുള്ള് കാട്ടിലേതാണ്, പുഷ്പം പൂന്തോട്ടത്തിലുണ്ട്. പൂന്തോട്ടമാണ് സ്വർഗം, കാടാണ് നരകം. ബാബയും മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് പതീതമായ മുള്ളുകളുടെ കാടാണ്, അത് പുഷ്പങ്ങളുടെ പൂന്തോട്ടമാണ്. പുഷ്പങ്ങളുടെ പൂന്തോട്ടം ഉണ്ടായിരുന്നു, അതിപ്പോൾ മുള്ളുകളുടെ കാടായിരിക്കുകയാണ്. ദേഹാഭിമാനമാണ് ഏറ്റവും വലിയ മുള്ള്. അതിനുശേഷം പിന്നെ എല്ലാ വികാരങ്ങളും വരുന്നു. അവിടെയാണെങ്കിൽ നിങ്ങൾ ദേഹി അഭിമാനിയായി കഴിയുന്നു. ആത്മാവിൽ ജ്ഞാനമുണ്ട്. ഇപ്പോൾ നമ്മുടെ ആയുസ് പൂർത്തിയാകുന്നു. ഇപ്പോൾ നമ്മൾ ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് പോയി എടുക്കും. സാക്ഷാത്കാരമുണ്ടാകുന്നു. നമ്മൾ ഗർഭ കൊട്ടാരത്തിൽ പോയി വിരാജിതമാകും. പിന്നെ മൊട്ടായി മൊട്ടിൽ നിന്നും പുഷ്പമാകും. ഈ ജ്ഞാനം ആത്മാവിലുണ്ട്. സൃഷ്ടിചക്രം എങ്ങനെ തിരിയുന്നു എന്ന ജ്ഞാനമില്ല. കേവലം ഈ ഒരു ജ്ഞാനമുണ്ടായിരിക്കും. ഈ ശരീരം പഴയതാണ്, ഇതിനെ ഇപ്പോൾ മാറ്റേണ്ടതുണ്ട്. ഉള്ളിൽ സന്തോഷമുണ്ടായിരിക്കും. കലിയുഗി ലോകത്തിലെ സമ്പ്രദായങ്ങൾ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരിക്കില്ല. ഇവിടെ ലോകമര്യാദയും കുലത്തിൻ്റെ മര്യാദയുമുണ്ട്. വ്യത്യാസമുണ്ടല്ലോ. അവിടെയുള്ള മര്യാദ സത്യമായ മര്യാദ എന്ന് പറയുന്നു. ഇവിടെയാണെങ്കിൽ അസത്യമായ മര്യാദയാണ്. സൃഷ്ടി ഉണ്ടായിരിക്കുമല്ലോ. ബാബ വരുന്നത് തന്നെ ആസുരീയ സമ്പ്രദായം ആയിരിക്കുമ്പോഴാണ്. അതിൽ തന്നെ ദൈവിക സമ്പ്രദായത്തിൻ്റെ സ്ഥാപന എപ്പോഴുണ്ടാകുന്നോ അപ്പോൾ വിനാശം നടക്കുന്നു. അപ്പോൾ തീർച്ചയായും ആസുരീയ സമ്പ്രദായമാണ്. അതിൽ തന്നെയാണ് ദൈവിക ഗുണങ്ങളുള്ള സമ്പ്രദായം സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നത്. ഇതും മനസ്സിലാക്കിച്ചു തന്നു. യോഗബലത്തിലൂടെ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപം നഷ്ടമാകുന്നു. ഈ ജന്മത്തിലും ഏതെല്ലാം പാപം ചെയ്തുവോ അതും പറയേണ്ടി വരും. അതിലും വിശേഷിച്ച് വികാരത്തിൻ്റെ കാര്യമാണ്. ഓർമ്മയിലാണ് ബലം. ബാബ സർവശക്തിവാനാണ്. നിങ്ങൾക്കറിയാം ആരാണോ സർവരുടെയും പിതാവ്. ആ ഒന്നുമായി യോഗം യോജിപ്പിക്കുന്നതിലൂടെ പാപം ഭസ്മമാകുന്നു. ഈ ലക്ഷ്മി നാരായണൻ സർവശക്തിവാനാണല്ലോ. മുഴുവൻ സൃഷ്ടിയുടെ മേലും ഇവരുടെ രാജ്യമാണ്. അത് പുതിയ ലോകമാണ്. ഓരോ വസ്തുവും പുതിയതാണ്. ഇപ്പോഴാണെങ്കിൽ ഭൂമി തന്നെ തരിശായിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ പുതിയ ലോകത്തിൻ്റെ അധികാരിയാകുന്നു. അപ്പോൾ ഇത്രയും സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. സ്റ്റുഡൻറ് എങ്ങനെയോ അതേപോലെ സന്തോഷവും കൂടുതലുണ്ടാകും. നിങ്ങളുടേത് ഉയർന്നതിലും ഉയർന്ന യൂണിവേഴ്സിറ്റിയാണിത്. പഠിപ്പിക്കുന്നവൻ ഉയർന്നതിലും ഉയർന്നതാണ്. കുട്ടികൾ പഠിക്കുകയും ചെയ്യുന്നു ഉയർന്നതിലും ഉയർന്നത് ആകുന്നതിനു വേണ്ടി. നിങ്ങൾ എത്ര താഴ്ന്നതായിരുന്നു, പൂർണ്ണമായും താഴ്ന്നതിൽ നിന്നും ഉയർന്നതാകുന്നു. ബാബ സ്വയമേ പറയുന്നു, നിങ്ങൾ സ്വർഗത്തിന് യോഗ്യരല്ല.
അപവിത്രമായവർക്ക് അവിടെ പോകാൻ സാധിക്കില്ല. താഴ്ന്നവരാണ്. അതിനാലാണ് ഉയർന്ന ദേവതമാരുടെ മുന്നിൽ അവരുടെ മഹിമ പാടുന്നത്. ക്ഷേത്രങ്ങളിൽ പോയി അവരുടെ ഉന്നതാവസ്ഥയും സ്വന്തം താഴ്ന്ന അവസ്ഥയും വർണ്ണിക്കുന്നു. പിന്നെ പറയുന്നു, ദയ കാണിക്കൂ, നമ്മളും ഇങ്ങനെ ഉയർന്നവരാകട്ടെ. അവരുടെ മുന്നിൽ ശിരസ് നമിക്കുന്നു. അവരും മനുഷ്യർ തന്നെ, എന്നാൽ അവരിൽ ദൈവിക ഗുണങ്ങളുണ്ട്. ക്ഷേത്രങ്ങളിൽ പോകുന്നു, അവരുടെ പൂജ ചെയ്യുന്നു. നമ്മളും അവരെ പോലെ ആകുന്നതിനു വേണ്ടി. അവരെ ഇങ്ങനെ ആക്കിയതാരാണ് എന്നതാർക്കും അറിയില്ല. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ഡ്രാമയും ഇരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ദേവതാ വൃക്ഷത്തിൻ്റെ തൈ നടുന്നത്? ബാബ വരുന്നതും സംഗമയുഗത്തിലാണ്. ഇത് പതീത ലോകമാണ്. അതിനാൽ ബാബയെ വിളിക്കുന്നു, നമ്മളെ വന്ന് പതീതത്തിൽ നിന്നും പാവനമാക്കൂ. ഇപ്പോൾ നിങ്ങൾ പാവനമാകുന്നതിനായി പുരുഷാർത്ഥം ചെയ്യുന്നു. ബാക്കി എല്ലാവരും കണക്കുകൾ സമാപ്തമാക്കി ശാന്തിധാമത്തിലേക്ക് പോകും. മന്മനാഭവയുടെ മന്ത്രമാണ് മുഖ്യം. അത് നിങ്ങൾക്ക് ബാബ നൽകുന്നു. ഗുരുക്കന്മാർ അനേകമുണ്ട്. എത്ര മന്ത്രങ്ങൾ നൽകുന്നു? ബാബയുടേത് ഒരേ ഒരു മന്ത്രമാണ്. ബാബ ഭാരതത്തിൽ വന്ന് മന്ത്രം നൽകിയിരുന്നു. അതിലൂടെ നിങ്ങൾ ദേവി ദേവത ആയിരുന്നു. ഭഗവാൻ ഉവാച എന്നുണ്ടല്ലോ. അവർ ശ്ലോകവും മറ്റും പറയുന്നു, പക്ഷേ അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. കുംഭമേളയിൽ പോകുന്നു, അവിടെയും നിങ്ങൾക്ക് എല്ലാവരെയും മനസ്സിലാക്കിക്കാൻ സാധിക്കും. ഇതാണ് പതീത ലോകമായ നരകം. സത്യയുഗം പാവന ലോകമായിരുന്നു. അതിനെ തന്നെയാണ് സ്വർഗം എന്ന് പറയുന്നത്. പതീത ലോകത്തിൽ പാവനമായ ആരും ഉണ്ടായിരിക്കുക സാധ്യമല്ല. മനുഷ്യർ ഗംഗാ സ്നാനം ചെയ്ത് പാവനമാകുന്നതിനായി പോകുന്നു. കാരണം ഇങ്ങനെ വിചാരിക്കുന്നു, ശരീരത്തെ തന്നെയാണ് പാവനമാക്കേണ്ടത്. ആത്മാവ് സദാ പാവനം തന്നെയാണ് എന്ന്. ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്ന് പറയുന്നു. നിങ്ങൾക്ക് എഴുതുവാനും സാധിക്കും. ആത്മാവ് പവിത്രമാകുന്നത് ജ്ഞാന സ്നാനത്തിലൂടെയാണ്, ജലം കൊണ്ട് സ്നാനം ചെയ്യുന്നതിലൂടെ അല്ല. ജലം കൊണ്ടുള്ള സ്നാനം ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതെല്ലാം നദികളുണ്ടോ അതിൽ ദിവസവും സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ജലവും അത് തന്നെ കുടിക്കുന്നു. ഇപ്പോൾ ജലം കൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്യപ്പെടുന്നത്. കാര്യങ്ങൾ എത്ര സഹജമാണ്, എന്നാൽ ആരുടെയും ബുദ്ധിയിൽ വരുന്നില്ല. ജ്ഞാനത്തിലൂടെ സെക്കൻഡിൽ സദ്ഗതി ഉണ്ടാകുന്നു. പിന്നെ പറയുന്നു, ജ്ഞാനം ഇത്രയും അളവറ്റതാണ്. മുഴുവൻ സമുദ്രത്തെയും മഷിയാക്കിയാലും, കാടിനെ പേനയാക്കിയാലും, ഭൂമിയെ കടലാസാക്കിയാലും അവസാനം ഉണ്ടാകുന്നില്ല എന്ന്. ബാബ ഭിന്ന ഭിന്ന പോയിന്റ്സ് ദിവസവും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഇന്ന് നിങ്ങളെ വളരെ ഗുഹ്യമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. കുട്ടികൾ പറയുന്നു, മുൻപ് എന്തുകൊണ്ട് കേൾപ്പിച്ചില്ല? മുൻപ് എങ്ങനെ കേൾപ്പിക്കും? കഥ തുടക്കം മുതൽ ക്രമമനുസരിച്ചായിരിക്കുമല്ലോ കേൾപ്പിക്കുക. അവസാനത്തെ പാർട്ട് ആദ്യം എങ്ങനെ കേൾപ്പിക്കാൻ സാധിക്കും? ഇതും ബാബ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സൃഷ്ടിചക്രത്തിൻ്റെ ആദിമധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങളോട് ആര് ചോദിച്ചാലും നിങ്ങൾക്ക് ഉടൻ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുന്നു. നിങ്ങൾക്കിടയിലും ആരുടെ ബുദ്ധിയിൽ ഇരിക്കുന്നുവോ അവർ നമ്പർ വൈസ് ആണ്. നിങ്ങളുടെ അടുക്കൽ വരുന്നു. പൂർണ്ണ റെസ്പോൺസ് ലഭിക്കുന്നില്ലെങ്കിൽ പുറത്തുപോയി പറയുന്നു, ഇവിടെ പൂർണ്ണ വിശദീകരണം ലഭിക്കുന്നില്ല, വെറുതെ ചിത്രം വച്ചിരിക്കുകയാണ്. അതിനാൽ മനസ്സിലാക്കിച്ചു കൊടുക്കുന്ന വളരെ നല്ലവർ വേണം. അല്ലാത്ത പക്ഷം അവരും പൂർണ്ണമായും മനസ്സിലാക്കുന്നില്ല. പറഞ്ഞു കൊടുക്കുന്നയാൾ പൂർണ്ണമല്ലെങ്കിൽ ലഭിക്കുന്നതും അതുപോലെയിരിക്കും. ബാബ പറയുന്നു, ചിലയിടങ്ങളിൽ ഞാൻ കാണുന്നു വ്യക്തി വളരെ വിവേകശാലിയായിരിക്കും. കുട്ടികൾ അത്രയും ഷ്രൂഡ് അഥവാ വിവേകശാലി അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ അവരിൽ പ്രവേശിച്ച് സഹായിക്കുന്നു. കാരണം ബാബ വളരെ ചെറിയ റോക്കറ്റാണ്. വരുന്നതിനും പോകുന്നതിനും സമയമെടുക്കുന്നില്ല. അവരാണെങ്കിൽ ബഹുരൂപി അഥവാ സർവവ്യാപിയുടെ കാര്യം എടുത്തിരിക്കുകയാണ്.
ഇത് ബാബ കുട്ടികളായി നിങ്ങളെ ഇരുന്ന് മനസ്സിലാക്കിക്കുന്നു. ചിലർ നല്ല വ്യക്തികളാണ്. അപ്പോൾ അവരെ മനസ്സിലാക്കിക്കാനും അങ്ങനെയുള്ളവർ വേണം. ഈ കാലത്താണെങ്കിൽ ചിലർ ബാല്യത്തിൽ തന്നെ ശാസ്ത്രങ്ങൾ മനഃപാഠമാക്കുന്നു. കാരണം ആത്മാവ് സംസ്കാരം എടുത്തുകൊണ്ട് വരുന്നു. എവിടെ ജന്മമെടുത്താലും പിന്നെ അവിടെ വേദശാസ്ത്രങ്ങളും മറ്റും പഠിക്കാൻ തുടങ്ങും. അന്തമതി സോഗതി ഉണ്ടാകുന്നുവല്ലോ. ആത്മാവ് സംസ്കാരം എടുത്തുകൊണ്ടാണല്ലോ പോകുന്നത്. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നു, ഒടുവിൽ ആ ദിവസം ഇന്ന് വന്നു ചേർന്നു. അതിൽ സ്വർഗത്തിൻ്റെ കവാടം യഥാർത്ഥമായും തുറക്കുന്നു. പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയും പഴയ ലോകത്തിൻ്റെ വിനാശവും ഉണ്ടാകേണ്ടതുണ്ട്. സ്വർഗം പുതിയ ലോകത്തിലാണുള്ളത് എന്നതും മനുഷ്യർക്കറിയില്ല. കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. നമ്മൾ സത്യമായ സത്യനാരായണൻ്റെ കഥ അഥവാ അമരനാഥൻ്റെ കഥ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരേ ഒരു കഥയാണ്, കേൾപ്പിച്ചതും ഒരാളാണ്. പിന്നെ അതിൻ്റെ ശാസ്ത്രം ഉണ്ടാക്കിയിരിക്കുന്നു. ഉദാഹരണങ്ങളെല്ലാം നിങ്ങളുടേതാണ്. അത് പിന്നെ ഭക്തി മാർഗത്തിൽ എടുത്തിരിക്കുകയാണ്. സംഗമത്തിൽ ബാബ തന്നെയാണ് വന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിച്ചു തരുന്നത്. ഇത് വളരെ വലിയ പരിധിയില്ലാത്ത കളിയാണ്. ഇതിൽ ആദ്യമാണ് സത്യത്രേതായുഗങ്ങൾ, രാമരാജ്യം. പിന്നെ ഉള്ളതാണ് രാവണരാജ്യം. ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. ഇതിനെ അനാദി അവിനാശി എന്ന് പറയുന്നു. നമ്മളെല്ലാം ആത്മാക്കളാണ്. ബാബ നൽകിയ ഈ ജ്ഞാനം ആരിലുമില്ല. ഏതെല്ലാം ആത്മാക്കളുണ്ടോ അവരുടെ പാർട്ട് ഡ്രാമയിൽ അടങ്ങിയതാണ്. ഏത് സമയത്ത് ആർക്ക് എന്ത് പാർട്ടുണ്ടായിരിക്കുമോ ആ സമയത്ത് വരും. അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. കുട്ടികൾക്ക് വേണ്ടിയുള്ള മുഖ്യ കാര്യമാണ് പതീതത്തിൽ നിന്നും പാവനമാവുക എന്നത്. ഹേ പതീത പാവന വരൂ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. കുട്ടികൾ തന്നെയാണ് വിളിക്കുന്നത്. ബാബയും പറയുന്നു, എൻ്റെ കുട്ടികൾ കാമചിതയിലിരുന്ന് ഭസ്മമായി പോയി. ഇത് യഥാർത്ഥ കാര്യങ്ങളാണ്. ആത്മാവ് അകാലമാണ്. ഇത് അതിൻ്റെ സിംഹാസനമാണ്. ലോൺ എടുത്തിരിക്കുകയാണ്. ബ്രഹ്മാവിനെക്കുറിച്ചും നിങ്ങളോട് ചോദിക്കുന്നു, ഇതാരാണ്? പറയൂ. നോക്കൂ, എഴുതപ്പെട്ടിട്ടുണ്ട്, ഭഗവാനുവാച, ഞാൻ സാധാരണ ശരീരത്തിൽ വരുന്നു എന്ന്. ആ അലങ്കരിക്കപ്പെട്ട ശ്രീകൃഷ്ണൻ തന്നെയാണ് 84 ജന്മമെടുത്ത് സാധാരണം ആകുന്നത്. സാധാരണം തന്നെയാണ് പിന്നെ ആ കൃഷ്ണൻ ആകുന്നത്. താഴെ തപസ്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇതാകാൻ പോകുന്നു എന്നത് അറിയുന്നുണ്ട്. ത്രിമൂർത്തി വളരെ പേർ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിന് അർത്ഥവും വേണമല്ലോ. സ്ഥാപന ആര് ചെയ്യുന്നുവോ ആ ആൾ തന്നെ പാലിക്കുകയും ചെയ്യും. സ്ഥാപനയുടെ സമയത്തിൻ്റെ നാമം, രൂപം, ദേശം, കാലം വേറെയാണ്. പാലനയുടെ നാമം, രൂപം, ദേശം, കാലം വേറെയാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കുന്നത് വളരെ സഹജമാണ്. ഇവർ താഴെ തപസ്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് ആകാൻ പോകുന്നവരാണ്. ഇവർ തന്നെ 84 ജന്മങ്ങളെടുത്ത് ഇതാകുന്നു. എത്ര സഹജമായ ജ്ഞാനമാണ് സെക്കൻഡിൻ്റെ. ബുദ്ധിയിൽ ഈ ജ്ഞാനമുണ്ട്. നമ്മൾ ഈ ദേവതയാകുന്നു. 84 ജന്മവും ഈ ദേവതകൾക്ക് തന്നെയാണ് എടുക്കേണ്ടത്. മറ്റാരെങ്കിലും എടുക്കുന്നുണ്ടോ? ഇല്ല. 84ൻ്റെ രഹസ്യവും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. ദേവതമാർ തന്നെയാണ് ആദ്യം വരുന്നത്. മത്സ്യങ്ങളുടെ കളിപ്പാട്ടമുണ്ടല്ലോ. മത്സ്യം ഇങ്ങനെ താഴേക്ക് വരുന്നു, പിന്നെ മുകളിലേക്ക് കയറുന്നു. അതും ഏണിപ്പടി പോലെയാണ്. ഭ്രമരം, ആമ തുടങ്ങിയവയുടെയും ഏത് ഉദാഹരണം നൽകപ്പെടുന്നുവോ അതെല്ലാം ഈ സമയത്തേതാണ്. ഭ്രമരത്തിനും നോക്കൂ, എത്ര ബുദ്ധിയുണ്ട്. മനുഷ്യൻ സ്വയം തന്നെ വളരെ ബുദ്ധിമാനാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ബാബ പറയുന്നു, ഭ്രമരത്തിൻ്റെ അത്ര പോലും ബുദ്ധിയില്ല. സർപ്പം പഴയ പടം പൊഴിച്ച് പുതിയതെടുക്കുന്നു. കുട്ടികളെ എത്ര വിവേകശാലിയാക്കുന്നു. വിവേകശാലിയും യോഗ്യവും. ആത്മാവ് അപവിത്രമായത് കാരണം യോഗ്യമല്ല. അപ്പോൾ അവരെ പവിത്രമാക്കി യോഗ്യമാക്കുന്നു. അത് യോഗ്യ ലോകമാണ്. ഇത് ഒരു ബാബയുടെ തന്നെ കാര്യമാണ്. ആ ഒന്ന് ഈ മുഴുവൻ സൃഷ്ടിയെയും ഹെല്ലിൽ നിന്നും ഹെവനാക്കുന്നു.
ഹെവൻ എന്താണ്? ഇത് മനുഷ്യർക്കറിയില്ല. ഹെവൻ എന്ന് പറയുന്നത് ദേവീ ദേവതമാരുടെ രാജധാനിയെയാണ്. സത്യയുഗത്തിൽ ദേവീ ദേവതമാരുടെ രാജ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, സത്യയുഗമാകുന്ന പുതിയ ലോകത്തിൽ നമ്മൾ തന്നെയാണ് രാജ്യം ഭരിച്ചിരുന്നത്. 84 ജന്മവും നമ്മൾ തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക. എത്ര തവണ രാജ്യം നേടി, പിന്നെ പാഴാക്കുകയും ചെയ്തു. ഇതും നിങ്ങൾ അറിയുന്നു. രാമൻ്റെ മതത്തിലൂടെ നിങ്ങൾ രാജ്യം നേടി, രാവണ മതത്തിലൂടെ രാജ്യം പാഴാക്കി. ഇപ്പോൾ വീണ്ടും മുകളിലേക്ക് കയറുന്നതിനായി നിങ്ങൾക്ക് രാമൻ്റെ മതം ലഭിക്കുന്നു. വീഴുന്നതിന് വേണ്ടി ലഭിക്കുന്നില്ല. വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുന്നു. എന്നാൽ ഭക്തിമാർഗത്തിൻ്റെ ബുദ്ധി ചേഞ്ച് ആകുന്നത് വളരെ പ്രയാസമാണ്. ഭക്തിമാർഗത്തിനും വളരെയധികം ഷോ ഉണ്ട്. അത് ചതുപ്പാണ്. പൂർണ്ണമായും കഴുത്തറ്റം വരെയും അതിൽ മുങ്ങിക്കിടക്കുന്നു. എപ്പോഴാണോ എല്ലാത്തിൻ്റെയും അന്തിമമാകുന്നത്, അപ്പോൾ ഞാൻ വരുന്നു. എല്ലാവരെയും ജ്ഞാനത്തിലൂടെ അക്കരെ കൊണ്ടുപോകുന്നു. ഞാൻ വന്ന് ഈ കുട്ടികളിലൂടെ കാര്യം ചെയ്യിക്കുന്നു. ബാബയോടൊപ്പം സർവീസ് ചെയ്യുന്നവർ നിങ്ങൾ ബ്രാഹ്മണർ തന്നെയാണ്. അവരെ ഈശ്വരീയ സേവകർ എന്ന് പറയുന്നു. ഇത് ഏറ്റവും നല്ലതിലും നല്ല സേവനമാണ്. കുട്ടികൾക്ക് ശ്രീമത് ലഭിക്കുന്നു. ഇങ്ങനെയെല്ലാം ചെയ്യൂ. പിന്നെ അവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് വരും. ഇതും പുതിയ കാര്യമല്ല. കഴിഞ്ഞ കൽപ്പത്തിലും എത്ര ദേവീ ദേവതമാർ വന്നിരുന്നോ അവർ തന്നെ വരും. ഡ്രാമയിൽ അടങ്ങിയതാണ്. നിങ്ങൾ കേവലം സന്ദേശം എത്തിക്കണം. വളരെ സഹജമാണ്. നിങ്ങൾക്കറിയാം, ഭഗവാൻ വരുന്നത് തന്നെ കൽപ്പത്തിൻ്റെ സംഗമത്തിൽ ഭക്തി ഫുൾ ഫോഴ്സിൽ ആയിരിക്കുമ്പോഴാണ്. ബാബ വന്ന് സർവരെയും കൊണ്ടുപോകുന്നു. നിങ്ങളിൽ ഇപ്പോൾ ബൃഹസ്പതിയുടെ ദശയാണ്. എല്ലാവരും സ്വർഗത്തിൽ പോകുന്നു. പിന്നെ പഠനത്തിൽ നമ്പർ വൈസാണ്. ചിലരിൽ ചൊവ്വ ദശയും ചിലരിൽ രാഹുവിൻ്റെ ദശയും നിലനിൽക്കുന്നു. ശരി, മധുരമായ സിഖിലത്തെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: യോഗ്യവും വിവേകശാലിയുമാകുന്നതിനായി പവിത്രമാകണം. മുഴുവൻ ലോകത്തെ ഹെല്ലിൽ നിന്നും ഹെവനാക്കുന്നതിനായി ബാബയോടൊപ്പം സർവീസ് ചെയ്യണം. ഈശ്വരീയ സേവകർ ആകണം. കലിയുഗി ലോകത്തിൻ്റെ ആചാരരീതികളും ലോകമര്യാദയും കുലത്തിൻ്റെ മര്യാദയും ഉപേക്ഷിച്ച് സത്യമായ മര്യാദകൾ പാലിക്കണം. ദൈവിക ഗുണസമ്പന്നമായി ദൈവിക സമ്പ്രദായത്തിൻ്റെ സ്ഥാപന ചെയ്യണം. വരദാനം: അപവിത്രതയുടെ അംശമായ ആലസ്യവും അലക്ഷ്യവും ത്യാഗം ചെയ്യുന്ന സമ്പൂർണ്ണ നിർവികാരിയായി ഭവിക്കട്ടെ. ദിനചര്യയുടെ ഏതെങ്കിലും കർമ്മത്തിൽ കീഴ്മേൽ ആകുന്നത്, ആലസ്യത്തിൽ വരുന്നത്, അല്ലെങ്കിൽ അലക്ഷ്യർ ആകുന്നത്, ഇവ വികാരത്തിൻ്റെ അംശമാണ്. അതിൻ്റെ പ്രഭാവം പൂജനീയർ ആകുന്നതിൽ ഉണ്ടാകുന്നു. അഥവാ താങ്കൾ അമൃതവേളയിൽ സ്വയം ഉണർന്നിരിക്കുന്ന സ്ഥിതിയിൽ അനുഭവിക്കുന്നില്ലെങ്കിൽ, നിർബന്ധിതമായോ അലസതയോടെയോ ഇരിക്കുകയാണെങ്കിൽ, പൂജാരിയും നിർബന്ധിതമായോ അലസമായോ പൂജിക്കും. അപ്പോൾ ആലസ്യവും അലക്ഷ്യവും ത്യാഗം ചെയ്യൂ. അപ്പോൾ സമ്പൂർണ്ണ നിർവികാരിയാകാൻ സാധിക്കും. സ്ലോഗൻ: സേവനം ചെയ്തുകൊള്ളൂ, എന്നാൽ വ്യർത്ഥമായി ചിലവഴിക്കാതിരിക്കൂ. ഓം ശാന്തി. മെഡിറ്റേഷൻ. ബുദ്ധിരൂപി നേത്രത്തിലൂടെ എൻ്റെ ആത്മജ്യോതിയെ ഞാൻ കാണുന്നു. മാസ്റ്റർ ജ്ഞാനസൂര്യനായി മസ്തകത്തിൽ ഞാൻ വിരാജിക്കുന്നു.
എന്നിൽ നിന്നും നാനാഭാഗത്തും പ്രകാശകിരണങ്ങൾ വ്യാപിക്കുകയാണ്. പരമധാമത്തിലെ മഹാജ്യോതി ആയ ശിവബാബയിൽ ഞാൻ എൻ്റെ ബുദ്ധി യോജിപ്പിക്കുന്നു. ജ്ഞാനസൂര്യനായ ശിവബാബയുടെ പ്രകാശം മുഴുവൻ വിശ്വത്തിലും വ്യാപിക്കുകയാണ്. സമസ്ത ഭൂമിയും പ്രകാശമയമായി മാറുകയാണ്. ജ്ഞാനസൂര്യൻ്റെ ലൈറ്റ് എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. എന്നിൽ നിന്നും ജ്ഞാനസൂര്യൻ്റെ പ്രകാശം വിശ്വത്തിൽ 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി ഞാൻ ഫരിഷ്തകളുടെ ലോകത്തിൽ എത്തിച്ചേരുന്നു. ബാബ്ദാദയുടെ മസ്തകത്തിൽ സർവശക്തിമാന്റെ അതി തേജസ്വി സ്വരൂപം ഞാൻ കാണുന്നു. ബാബ്ദാദയുടെ വരദാനി ദൃഷ്ടി എന്നിൽ സമസ്ത ഈശ്വരീയ ശക്തികളും നിറയ്ക്കുന്നു. ബാബ്ദാദയുടെ വരദാനി ഹസ്തം എൻ്റെ ശിരസിൽ ഞാൻ അനുഭവിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ ആത്മാവ് എൻ്റെ ധാമത്തിലേക്ക് സഞ്ചരിക്കുന്നു. സ്വർണ്ണ ചുവപ്പ് പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഈ പരമധാമത്തിൽ
എത്ര ഡീപ് സൈലൻസ് ആണ്. എത്ര ഡീപ് ശാന്തിയാണ്. മുക്തിയുടെ ദിവ്യ സ്ഥാനമായ ഈ ലോകത്തിൽ ഡീപ് സൈലൻസ് രൂപ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ ശാന്തിധാമത്തിലെ മഹാജ്യോതിസായ ശിവബാബയിൽ എൻ്റെ ബുദ്ധി ഏകാഗ്രമാക്കുന്നു. ശാന്തി സാഗരമായ ശിവബാബയിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ തരംഗങ്ങൾ എന്നിൽ ഉൾക്കൊള്ളപ്പെടുമ്പോൾ ഞാനും മാസ്റ്റർ ശാന്തി സാഗരമാകുന്നു. പവിത്ര സാഗരമായ ശിവബാബയിൽ നിന്നും പവിത്രതയുടെ പ്രകാശരശ്മികൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിക്കുന്നു. കൽപ്പവൃക്ഷത്തിലെ സർവധർമ്മങ്ങളിലെ ആത്മാക്കളിലും പവിത്രതയുടെ ശക്തി നിറയുന്നു. ശിവബാബയിൽ നിന്നും പ്രവഹിക്കുന്ന പവിത്ര രശ്മികൾ എന്നിൽ നിറയുന്നു.
പവിത്രതയുടെയും ശക്തിയുടെയും ശാന്തിയുടെയും അമൂല്യ ഈശ്വരീയ ഖജനാവുകൾ കൊണ്ട് സമ്പന്നമായി ഞാൻ എൻ്റെ ലൈറ്റ് രൂപം ധാരണ ചെയ്ത് ഭ്രൂമധ്യത്തിലെ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്വരാജ്യ അധികാരിയായി സമ്പന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും പവിത്രതയുടെയും ദിവ്യ പ്രകാശം നാനാഭാഗത്തും വ്യാപിക്കുന്നു.